നേരം പുലർന്നു. നമ്മുടെ അമ്മായി പതിവ് പോലെ തന്നെ നല്ല ചൂടുള്ള അപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. പതിവ് തെറ്റിക്കാതെ അമ്മായിയും കുട്ടപ്പനും കൂടി അപ്പങ്ങൾ വിൽക്കാനായി ചന്തയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അപ്പങ്ങൾ വിറ്റ് കിട്ടിയ കാശ് കടക്കാരൻ അമ്മായിക്ക് കൊടുത്തു. അമ്മായി വളരെ സന്തോഷവതിയായി. അമ്മായിയുടെ ഈ അപ്പങ്ങൾ വാങ്ങാനാണ് കൂടുതൽ തിരക്കിവിടെ. എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പം. അമ്മായിയുടെ കൈപുണ്യം തന്നെ. അമ്മായി വളരെ സന്തോഷവതിയായി. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു സ്ത്രീ ദൂരെ നിന്നും മുഖം ചൊളിക്കുന്നുണ്ടായിരുന്നു. അമ്മായി പോയ ഉടൻ തന്നെ ആ സ്ത്രീ കടയിൽ ചെന്നു. എന്നിട്ട് കടക്കാരനോട് പറഞ്ഞു, എന്റെ അപ്പങ്ങൾ വിറ്റ് കിട്ടിയ കാശ് എവിടെ രഘു? കാശോ? അതിന് അപ്പങ്ങൾ വിറ്റു പോയാലല്ലേ കാശ് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഈ രുചിയില്ലാത്ത അപ്പങ്ങൾ ആർക്കും വേണ്ട. ആരും വാങ്ങാൻ പോലുമില്ല. എല്ലാവർക്കും കമനമ്മായിയുടെ അപ്പമാണ് ഏറെ പ്രിയം. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ അപ്പം എൻ്റെ കടയിൽ വിൽക്കാനായില്ല. അത് എനിക്കും നഷ്ടം, നിങ്ങൾക്കും നഷ്ടം. ഞാൻ എന്തിനാ വെറുതെ നാട്ടുകാരുടെ ചീത്തവിളി കേൾക്കുന്നത്? കടക്കാരൻ പറഞ്ഞത് കേട്ട് കാലിപ്പൂണ്ട രമണി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നിന്നെ ഒക്കെ കാണിച്ചു തരാം ഞാൻ. നേരം പുലർന്നു. കോഴികൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അമ്മായി. ഇതെന്താ സാധനം? റോബോട്ടിനെ മുൻപൊന്നും കണ്ടിട്ടില്ലായിരുന്ന അമ്മായിക്ക് അതൊരു അത്ഭുതമായിരുന്നു. അമ്മായി, ഇതാണ് റോബോട്ട്. ഇതിനെ ഞാൻ പല കടകളിലും കണ്ടിട്ടുണ്ട്. Hello അമ്മായി, ഗുഡ് മോർണിംഗ്. I am Robot, Chitti Robot 2.0. Nice to meet you അമ്മായി. ഞാൻ അമ്മായിയെ സഹായിക്കാൻ വന്നതാണ്. ഒരു പുതിയ സഹായി. അമ്മായിയോടൊപ്പം എല്ലാ ജോലിയിലും ഇനി ഞാനും ഒരു സഹായിയായി ഒപ്പം ഉണ്ടാകും. അമ്മായിക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. എനിക്ക് അല്പം കരണ്ട് മാത്രം തന്നാൽ മതി. അപ്പം നിനക്ക് ആഹാരവും വെള്ളവും ഒന്നും വേണ്ടേ? ഒന്നും വേണ്ട അമ്മായി. ഞാൻ മനുഷ്യനല്ല, ഒരു യന്ത്രം മാത്രം. ശാസ്ത്രത്തിന്റെ ഓരോ വളർച്ചയെ.
അങ്ങനെ റോബർട്ട് അവിടെ സ്ഥാനം പിടിച്ചുപറ്റി. അപ്പങ്ങൾ ഉണ്ടാക്കിയും മറ്റ് വീട്ടുജോലികളും ഒക്കെ ചെയ്ത് റോബർട്ട് അമ്മായിയുടെ നല്ലൊരു സഹായിയായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്പങ്ങ കൊടുക്കാൻ കടയിൽ ചെന്നപ്പോൾ, എന്താ അമ്മായി, അമ്മായിക്ക് ഇതെന്തു പറ്റി? ഞാൻ അമ്മായിയെ കാണാനിരിക്കുമായിരുന്നു. എന്താ രഘു, കാര്യം പറയൂ. അമ്മായി തരുന്ന അപ്പങ്ങൾ വളരെ കുറവാണല്ലോ. ഇത് കേട്ട അമ്മായി അമ്പരന്നു. ഇല്ല രഘു, അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലോ. ഈ കുറവ് എങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. അമ്മായി വിഷമത്തോടെ വീട്ടിലേക്ക് തിരികെ പോയി. കുട്ടപ്പ, ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലായത് തന്നെ. ശരിയാ അമ്മായി. രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും അമ്മായി അപ്പങ്ങളുമായി ചന്തയിലേക്ക് പോയി. അമ്മായിയെ കണ്ട ഉടൻ തന്നെ കടക്കാരൻ രഘു പറഞ്ഞു, എന്റെ അമ്മായി, അമ്മായിയുടെ അപ്പങ്ങൾ ഉപ്പ് കാരണം വാങ്ങിൽ വെക്കാൻ കൊള്ളാതെ എല്ലാവരും എന്നെ ചീത്ത പറയുകയാണ്. ഇനി മുതൽ അമ്മായിയുടെ അപ്പങ്ങൾ ഞാൻ വിൽക്കില്ല. എനിക്കിതെന്തു പറ്റി? ഇതാ രഘു, രഘു പറഞ്ഞതിൽ കൂടുതൽ അപ്പങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ രമണി, നിങ്ങൾ ഇന്നലെ നൽകിയ അപ്പങ്ങൾ അപ്പോൾ തന്നെ മുഴുവൻ വിറ്റുപോയി. ഇതാ വിറ്റ് കിട്ടിയ മുഴുവൻ ക്യാഷും. കാശി രണ്ട് രമണിയുടെ കണ്ണ് തള്ളി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മായി വീട്ടിലേക്ക് നടന്നു. തുടരെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു കാത്തുക്കുട്ടപ്പൻ. അമ്മായിയുടെ സങ്കടം കാണാൻ കഴിയാതെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്നറിയാൻ തുനിഞ്ഞിറങ്ങി കുട്ടപ്പൻ. അങ്ങനെയിരിക്കെ ഒരിക്കൽ റോബോട്ടിനെ കുട്ടപ്പൻ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. സ്ഥിരമായി റോബോട്ട് ഒരു പൊന്തക്കാട്ടിലേക്ക് പോകുന്നത് കണ്ട കുട്ടപ്പൻ അവനെ പിന്തുടർന്നു. ഓ, ഇതെല്ലാം ഒന്ന് ഊരി വെക്കട്ടെ. ഈ കുന്ത്രാണ്ട വെലം വലിച്ചു കയറ്റി എന്റെ കഴുത്ത് ഉളുക്കിയെന്നാ തോന്നുന്നത്. ഓ, എന്തൊരു വേദന. ആ വീട്ടിലെ പണിയെല്ലാം എടുത്ത് എന്നെ നടു ഒടിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കാത്തക്കുട്ടപ്പൻ അമ്പരന്ന് പോയി. ഉടൻ തന്നെ പറന്നു വീട്ടിലേക്ക് പോയി അമ്മായിയെ വിവരം അറിയിച്ചു. അവൻ ഇങ്ങി വരട്ടെ, അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ടിന്ന്. വിശ്രമത്തിന് ശേഷം റോബോട്ട് തിരികെ അമ്മായിയുടെ വീട്ടിലെത്തി. ഹോ, ഇനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം.
അങ്ങനെ റോബോട്ട് ഉറങ്ങിയപ്പോൾ അമ്മായി വന്ന് പ്ലഗ് എടുത്ത് അവന്റെ ലോഹ ഉടുപ്പിൽ കുത്തി ഒരു ഷോക്ക് കൊടുത്തു. നീ എന്താ പറഞ്ഞത്? നിനക്ക് കരണ്ട് മാത്രം മതിയെന്നോ? എന്നാൽ ഇന്നാ പിടിച്ചോ കുറച്ച് ഹൈ വോൾട്ടേജ് കരണ്ട്. എന്നെ ഒന്നും ചെയ്യരുതേ അമ്മായി. നിങ്ങളുടെ അപ്പങ്ങൾ വിറ്റ് പോകാതിരിക്കാനാണ് ഞാൻ ഈ വേഷം കെട്ടി ഇതെല്ലാം ചെയ്തത്. അങ്ങനെയൊന്നും എന്നെ പറ്റിക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. ഓടിക്കോ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ.